അശ്ശമാഇലുൽ മുഹമ്മദിയ സബക്ക് 3. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മൂന്നാമത്തെ ക്ലാസ്സാണ്, ഹദീസ് നമ്പർ 8. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ സുഫിയാൻ ഇബ്നു വഖീഇൻ ഖാല ഹദ്ദസനാ ജുമൈ ഇബ്നു ഉമർ ഇബ്നു അബ്ദുർറഹ്മാനിൽ ഇജ്ലി ഇംലാഅൻ അലൈന മിൻ കിതാബിഹി. ജുമൈ എന്നവരുടെ കിതാബിൽ നിന്ന് കേട്ടെഴുത്താണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി റജുലുൻ മിൻ ബനി തമീം. ബനു തമീം ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. മിൻ വലദി അബീഹാല, അബൂഹാലയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. സൗജി ഖദീജത്ത, ഈ അബൂഹാല എന്ന് പറഞ്ഞാൽ ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. ലിഅന്നഹു തസവ്വജഹാ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച ആളാണ് അബൂഹാല. അതുപോലെ അതീഖ് ബിനു ഖാലിദ് എന്നിവരും കല്യാണം കഴിച്ചിട്ടുണ്ട്. രണ്ട് ബന്ധത്തിലും 2 വീതം കുട്ടികളും ഉണ്ട്. പിന്നീടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചത്. അതിൽ 6 മക്കളുണ്ട്. നബി തങ്ങൾക്ക് 7 മക്കളാണുള്ളത്. അതിൽ 6 മക്കളും ഖദീജ ബീവിയിലുള്ളതാണ്. ഇബ്രാഹിം എന്നവരൊഴികെ. അവർ മാരിയത്തുൽ ഖിബ്തിയ്യ എന്നവരിൽ നിന്നുള്ളതാണ്. വക്കാനത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജാഹിലിയത്തിൽ തന്നെ അവരെ വിളിക്കപ്പെടാറുള്ളത് ത്വാഹിറ എന്ന പേരായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അവർക്കുള്ളത്. അത്രയും പരിശുദ്ധയായ ഒരു സ്ത്രീയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അവരാണ് വഹിയ അവ്വലുമൻ ആമന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ഖീല മുത്ലഖൻ, നിരുപാധികം ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് മിനൻ നിസാ, ഈ സ്ത്രീകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ് എന്ന. ഏതായാലും ഈ അബൂഹാല എന്നവരാരാണ്? സൗജി ഖദീജത്ത റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു. വകാന യുകന്ന അബാ അബ്ദില്ല, ആരാണ് അബൂഹാല? അദ്ദേഹത്തിന് കുനിയത്ത് അലമ് വിളിക്കപ്പെടാറുണ്ട്. എന്താണ്? അബൂ അബ്ദുള്ള എന്ന് കുനിയത്ത് അലമുണ്ട്. അനി ബിനിൻ ലി അബീഹാല, അബൂഹാലയുടെ ഒരു മകനെ തൊട്ട്. അനിൽ ഹസൻ ബിൻ അലി, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഖാല, അദ്ദേഹം ചോദിക്കുകയാണ്, സഅൽതു ഹാലി, അദ്ദേഹം പറയാണ്, ആര്? ഹസൻ ബിൻ അലി എന്നവർ റളിയല്ലാഹു അൻഹു. സഅൽതു ഹാലി, സഅൽതു ഞാൻ ചോദിച്ചു, ഹാലി എൻ്റെ ഹാലിനോട്. ഹാലി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ആരാണത്? ഹിന്ദബിന് അബീഹാല. വക്കാന വസ്വാഫൻ, വക്കാന അദ്ദേഹമായിരുന്നു വസ്വാഫൻ, നല്ലോണം വർണ്ണിക്കാൻ അറിയുന്ന ആളാ. അദ്ദേഹത്തിനോട് ചോദിച്ചു, അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം, തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച്. വ അന അഷ്തഹി അൻ യസിഫ ലി മിൻഹാ ഷൈഅൻ അതഅല്ലഖു ബിഹി. വ അന, ഞാൻ അഷ്തഹി, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ യസിഫ ലി, അദ്ദേഹം എനിക്ക് വിവരിച്ചു തരണമെന്ന്. ഷൈഅൻ അതഅല്ലഖു ബിഹി, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹില്യത്തിൽ നിന്നുള്ള വല്ലതും. അതഅല്ലഖു ബിഹി, എനിക്ക് മനപ്പാടാക്കാൻ എന്തെങ്കിലും എനിക്ക് അദ്ദേഹം വിവരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മൻ മുഫഹമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഫഹ്മൻ മുഫഹമൻ, വണ്ണമുള്ളവരും വണ്ണമാക്കപ്പെട്ടവരുമാണ്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്, ജനങ്ങളുടെ വീക്ഷണത്തിലും വലിയ ആളാണ്. യതലഇലു വജ്ഹുഹു തലഇലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമായിരുന്നു. യതലഇലു വജ്ഹുഹു, അദ്ദേഹത്തിന്റെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. തലഇലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ. അപ്പൊ ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നു. അതുവല മിനൽ മർബൂഇ, ഒത്ത നീളമുള്ളതിനേക്കാൾ അല്പം നീളമുള്ള ആളാ. ഒത്ത നീളം, നേരത്തെ നമ്മൾ പറഞ്ഞ നബി തങ്ങൾ നീളം കൂടിയ ആളല്ല, കുറിയ ആളുമല്ല, ഒത്ത ശരീരം, ഒത്ത നീളമുള്ള ആളായിരുന്നു. അപ്പം അതുവല മിനൽ മർബൂഇ, മർബൂഇനേക്കാൾ, അതായത് ഒത്ത നീളമുള്ളതിനേക്കാൾ അല്പം നീളമുണ്ട്. വ അഖ്സറ മിനൽ മുശദ്ദബി, ഇതില് രണ്ടുണ്ട്. അതുവല്, അവിടെ അതുവല മിനൽ മർബൂഇ അല്ലെങ്കിൽ അതുവലു മിനൽ മർബൂഇ. അതുവലു മിനൽ മർബൂഇ, അതിന്റെ അർത്ഥം എന്താണ്? ഒത്ത നീളമുള്ളതിനേക്കാൾ അല്പം നീളം. വ അഖ്സറു മിനൽ മുശദ്ദബി, മുശദ്ദബ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞൊട്ടി നീണ്ടതിനേക്കാൾ, മെലിഞ്ഞൊട്ടി നീളുക എന്ന അതിനേക്കാൾ ചെറിയ ആളാണ്. മെലിഞ്ഞൊട്ടി നീളുക അതിനേക്കാൾ ചെറിയ ആളാണ്.
അപ്പൊ അങ്ങനെ നീളം കൂടുതലുള്ള മെലിഞ്ഞൊട്ടി നീണ്ട ആളൊന്നുമല്ല. അലീമൽ ഹാമത്തി, അതേ പ്രകാരം തന്നെ തല വലിപ്പമുള്ള ആളാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റജില ഷായരി, റജിലു ഷായരി അല്ലെങ്കിൽ റജില ഷായരി, മുടി ചീകി ഒതുക്കിയ മുടിയുള്ള ആളാണ്. ചീകി ഒതുക്കിയ മുടിയുള്ള ആളാണ്. ഇൻഫറഖത്ത് അഖീഖത്തുഹു ഫറഖഹ, ചീകി വെക്കാൻ സൗകര്യപ്പെടുമ്പോൾ രണ്ട് ഭാഗങ്ങളാക്കി ചീകി ഒതുക്കി വെക്കും. ചീകി ഒതുക്കി വെക്കാൻ സൗകര്യപ്പെടുമ്പോൾ രണ്ട് ഭാഗമായിട്ട് നല്ലോണം ചീകി ഒതുക്കി വെക്കും. വ ഇല്ല ഫലാ യുജാവിദു ഷഅറുഹു ഷഹ്മത്ത ഉദുനൈഹി ഇദാ ഹുവ വഫറഹു, ഇനി ചീകി വെക്കാൻ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ മുടി വിട്ടുകിടക്കുകയില്ല. എത്ര? ഷഹ്മത്ത ഉദുനൈഹി, ചെവിക്കുറ്റികൾക്കപ്പുറം. എപ്പോ? ഇദാഹുവ വഫറഹു, ഒരുമിച്ച് കൂടുമ്പോൾ. ഒരുമിച്ച് കൂടുമ്പോൾ എന്താകൂല? ചെവിക്കുറ്റികൾക്കപ്പുറം വിട്ടുകിടക്കുകയില്ല. അസ്ഹറുൽ ലൗനി അല്ലെങ്കിൽ അസ്ഹറൽ ലൗനി, നേരത്തെ അസ്ഹർ അത്തുവല എന്ന് വായിക്കുമ്പോൾ അസ്ഹറൽ ലൗനി, അല്ലെങ്കിൽ അത്തുവല് എന്നാകുമ്പോൾ അസ്ഹറുൽ ലൗനി. അസ്ഹറുൽ ലൗനി എന്ന് പറഞ്ഞാൽ നല്ല പ്രശോഭിതമായ വെള്ള, അതായത് ചുവപ്പ് കലർന്ന വെളുപ്പുള്ള ആളായിരുന്നു. വാസിഉൽ ജബീനി, നെറ്റിയുടെ വശങ്ങൾ വിശാലമാണ്, നല്ല നെറ്റിത്തടം വിശാലമായ ആളായിരുന്നു. അസജ്ജുൽ ഹവാജിബി അല്ലെങ്കിൽ അസജ്ജൽ ഹവാജിബി സവാബിഗ ഫീ ഗൈരി ഖറനിൻ, പിന്നെ പുരികം അല്പം വളഞ്ഞ് നീണ്ടതും തിങ്ങിയ രോമമുള്ളതുമാണ്. പുരികം വളഞ്ഞ് കുറച്ച് നീണ്ടതാണ്, തിങ്ങിയ രോമമുള്ളതാണ്. എന്നാലോ അപ്പൊ പിന്നെന്താണ്? സവാബിഗ്, പരിപൂർണമായതാണ്. പിന്നെ ഫീ ഗൈരി ഖറനിൻ, നടുവിൽ വിടവുണ്ട്, രണ്ടും കൂട്ടിമുട്ടിയിട്ടില്ല. രണ്ട് പുരികവും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല. കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഭംഗിയാണ്. ഇത് കൂട്ടിമുട്ടിയിട്ടില്ല. ബൈനഹുമ ഇർഖുൻ യുദിറുഹുൽ ഗളബു, ബൈനഹുമ, അവ രണ്ടിന്റെയും ഇടയിലുണ്ട്, അതായത് ഹാജിബിന്റെ ഇടയിലുണ്ട് ഇർഖുൻ, ഒരു ഞെരുമ്പ്. രണ്ട് പുരികത്തിന്റെ ഇടയിൽ ഒരു ഞെരുമ്പുണ്ട്. യുദിറുഹുൽ ഗളബു, അതിനെ ദേഷ്യം ഉയർത്തും. ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങോട്ട് ഉയരും. പിന്നെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അത് പൊങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തത്തിന് വേണ്ടി ദേഷ്യം പിടിക്കൂല, സത്യത്തിന് വേണ്ടിയല്ലാതെ ഒരിക്കലും തന്നെ ദേഷ്യം പിടിക്കുകയില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ദേഷ്യം പിടിക്കുകയില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? സത്യത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം പിടിക്കുക. അപ്പൊ ഏതായാലും ബൈനഹുമ, ആ രണ്ട് പുരികത്തിന്റെ ഇടയിലുണ്ട് ഇർഖുൻ, ഒരു ഞെരുമ്പുണ്ട്. യുദിറുഹുൽ ഗളബു, അതിന് ദേഷ്യം ഉയർത്തും. ദേഷ്യം പിടിക്കുന്ന സമയത്ത് അത് ഉയരും. അതേ പ്രകാരം തന്നെ അഖ്നൽ ഇർനൈൻ, മൂക്കിന്റെ അതേ പ്രകാരം തന്നെ മൂക്ക് എങ്ങനത്തതായിരുന്നു? ഉയർന്ന് ചെരിഞ്ഞ രൂപത്തിൽ മൂക്കായിരുന്നു. കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല മൂക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ലഹു നൂറുൻ യഅലു, ആ മൂക്കിന്റെ സമീപത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. അവിടുത്തെ മൂക്കിന്റെ സമീപത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും പ്രകാശമാണ്. ഇവിടെ പറഞ്ഞത് ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് നൂറുൻ, ഒരു പ്രകാശം. യഅലൂഹു, എവിടെ? യഅലൂഹു, ആ മൂക്കിന്റെ സമീപത്ത് അല്ലെങ്കിൽ മൂക്കിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. യഹ്സബുഹു മല്ലം യതഅമ്മൽഹു അശമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭാവിക്കും. മൻ, ഒരാള്, ലം യതഅമ്മൽഹു, പെട്ടെന്ന്, അതായത് ചിന്തിക്കാത്ത ആള് ഭാവിച്ചു പോകും. അശമ്മ, അശമ്മാണെന്ന്, അതായത് വലിയ മൂക്കുള്ള ആളാന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ഉയർന്ന് ചെരിഞ്ഞ രൂപത്തിലുള്ള, കാണുമ്പോൾ നല്ല ഭംഗിയുള്ള മൂക്കായിരുന്നു. കസുൽ ലഹിയത്തി, അതുപോലെ തിങ്ങിയ താടിയുള്ള ആളായിരുന്നു. സഹിലുൽ ഹദ്ദൈനി, കവിൾത്തടം മാർദ്ദവമുള്ളവരായിരുന്നു. ലലീഉൽ ഫമി, അതുപോലെ വിശാലമായ വായ ഉള്ള ആളായിരുന്നു. വിശാലമായ വായ ഉള്ള ആള്, വായ വലുതാണ്, ചെറുതല്ല എന്നർത്ഥം. ചെറിയ വായല്ല, വലിയ വായായിരുന്നു. മുഫ്ലജുൽ അല്ലെങ്കിൽ മുഫല്ലജുൽ അസ്നാൻ, പല്ലുകൾക്കിടയിൽ നേർത്ത വിടവുള്ള ആളായിരുന്നു. ചെറിയൊരു വിടവ്, നേർത്ത വിടവ് പല്ലുകൾക്കിടയിൽ. പിന്നെ വിടവ് കുറയൽ, അതായത് ചെറിയൊരു വിടവ് ഉണ്ടാകുക എന്നുള്ളത് ഭംഗിയാണ്, നല്ല ഭംഗിയാണത്. എന്നാൽ ഓവർ, പല്ലുകൾക്കിടയിൽ കൂടുതൽ വിടവ് ഉണ്ടാവുക എന്നുള്ളത് അതൊരു അഭംഗിയുമാണ്.
ദഖീഖുൽ മസ്റുബത്തി, മസ്റുബത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് നെഞ്ചിൽ നിന്ന് പൊക്കിൾ വരെയുള്ള രോമം, അത് നീണ്ട രൂപത്തിൽ വര പോലെ മസ്റുബത്തുള്ള ആളായിരുന്നു. പിന്നെ പറയാണ് കഅന്ന ഉനുഖഹു ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫില്ലത്തി, കഅന്ന ഉനുഖഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്ത് ആയതുപോലെയുണ്ട്, ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫില്ലത്തി, ശുദ്ധമായ വെള്ളിയുടെ തിളക്കത്തിൽ ആനക്കൊമ്പ് പോലെ മൃദുലമായിരുന്നു. ആനക്കൊമ്പ് പോലെ നല്ല മൃദുലമായിരുന്നു. നബി തങ്ങളുടെ ഉനുക്കിനെ വിശദീകരിക്കുക. ഇപ്പോൾ സഹാബാക്കൾ എല്ലാ വർണ്ണനയും നബി തങ്ങളെ കുറിച്ച് കുറെ വർണ്ണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സൗന്ദര്യത്തോടു കൂടെയായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ ഓരോന്നിനോടും തശ്ബീഹാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവരെന്താക്കുന്നത്, തശ്ബീഹാക്കുന്നത്. പിന്നെ മുഅ്തദിലുൽ ഖൽഖി, ഒത്ത പ്രകൃതമുള്ള ആളായിരുന്നു, ഒത്ത സൃഷ്ടിപ്പുള്ള ആളായിരുന്നു. കൈ, കാൽ, മുഖം ഇതൊക്കെ ഒരു ഒത്ത നിലക്കായിരുന്നു. അല്ലാതെ എന്തല്ല മോശപ്പെട്ട ചെറിയ കൈ വലിയ കാല് എന്നൊന്നല്ല, ഒരു ഒത്ത നിലക്കുള്ള പ്രകൃതമുള്ളവരായിരുന്നു. പിന്നെ അതേ പ്രകാരം തന്നെ ബാദിനുൻ മുതമാസിക്കുൻ, അതേ പ്രകാരം തന്നെ മാംസ നിബിഡമായിരുന്നു. മാംസ നിബിഡം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിതമായ തടിയുള്ളവരായിരുന്നു. എന്തല്ല, മെലിഞ്ഞൊട്ടിയവരല്ല, പൊണ്ണത്തടിയും അല്ല, മെലിഞ്ഞൊട്ടിയവരും അല്ല, പൊണ്ണത്തടിയും അല്ല. എന്താണ്, ഒരു മാംസ നിബിഡമായ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു മിതമായ തടിയുള്ള ആളായിരുന്നു. സവാ ഉൽ ബത്തുനി വസ്വദിരി, നെഞ്ചും വയറും സമമായിരുന്നു. നെഞ്ചും വയറും എന്താണ്, സമമായിരുന്നു. കാരണം കുംഭവയറല്ല എന്നർത്ഥം. കുംഭ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂനതയാണ്. പിന്നെ അരീവു സ്വദിരി, അതുപോലെ നെഞ്ച് വീതിയുള്ള ആളാണ്. ബഈദു മാ ബൈന മങ്കിബൈനി, മങ്കിബ് രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലതയുള്ള ആളായിരുന്നു. രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലതയുള്ള ആളായിരുന്നു. ലഹ്മുൽ കറാദീസി, അതുപോലെ പേശികൾ കട്ടിയുള്ളവരായിരുന്നു. പേശികളൊക്കെ കട്ടിയുള്ളവരായിരുന്നു. ഇതിനെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെഞ്ചും വയറും സമമാണ്. അത് അപ്പം എന്താണ്, കുംഭയൊന്നുള്ള ആളല്ല. കുംഭവയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ന്യൂനതയാണ്. പിന്നെ നെഞ്ച് വീതിയുള്ള ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലീസിലേക്കും പട്ടാളത്തിലേക്കൊക്കെ എടുക്കുമ്പോൾ നെഞ്ച് വീതിയാണല്ലോ നോക്കുക. ചെസ്റ്റ് എത്ര ഉണ്ട് അതിൻ്റെ വീതി എന്നാണല്ലോ നോക്കുക. ബഈദു മാ ബൈനൽ മങ്കിബൈനി, രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലതയുള്ളവരായിരുന്നു. ലഹ്മുൽ കറാദീസി, അതുപോലെ പേശികൾ കട്ടിയുള്ളവരായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.